ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നിനക്കും നിന്റെ കുടുംബത്തിനും ദോഷകരമായി പ്രവർത്തിക്കുന്ന ചില വ്യക്തികൾ ഉണ്ട് എന്നുള്ള സത്യത്തെ നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള വ്യക്തികളെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും? ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനെക്കുറിച്ചാണ്. ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ സൂക്ഷിക്കുക. സ്നേഹിക്കാനും ക്ഷമിക്കാനും പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വ്യക്തികളെ അകറ്റി നിർത്തുക എന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. മത്തായി 10:36 വചനം വളരെ വ്യക്തമായി പറയുന്നു, സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരായിരിക്കും ഒരുവന്റെ ശത്രുക്കൾ. നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് കയറ്റുന്ന ആളുകളാണ് നിങ്ങളുടെ വീടിനുള്ളിൽ ആത്മീയ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത്. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ സമാധാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിർബന്ധമായും അകറ്റി നിർത്തേണ്ട 6 തരം ആളുകൾ ആരൊക്കെയാണ് എന്ന് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ തുറന്നു കാണിക്കാൻ പോകുകയാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ ഇത്രയും നാൾ നിങ്ങൾ ചുമന്നുകൊണ്ടിരുന്ന വലിയൊരു കുറ്റബോധത്തിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ ലഭിക്കും. വീഡിയോ മുഴുവനായും ശ്രദ്ധയോടെ കാണുക. ഈ വലിയ ആത്മീയ സത്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് തൻ്റെ ഭവനത്തിൻ്റെ സമാധാനത്തെയും വിശുദ്ധിയെയും സകല തകർച്ചകളിൽ നിന്നും സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ സകലരും താഴെ കമന്റ് ബോക്സിൽ വലിയൊരു വിശ്വാസത്തോടെ ഇപ്രകാരമൊന്ന് എഴുതുക: ദൈവത്തിൽ നിന്നുള്ള സമാധാനത്തിന് മാത്രമേ എൻ്റെ ഭവനത്തിലേക്ക് പ്രവേശനമുള്ളൂ. കർത്താവെ, എൻ്റെ കുടുംബത്തെ കാത്തുകൊള്ളണമേ. നിങ്ങളുടെ ഈ പ്രാർത്ഥന നിങ്ങളുടെ വീടിന് ചുറ്റും വലിയ സംരക്ഷണ കോട്ടയായി മാറട്ടെ. ഒന്നാമതായി നമ്മൾ അകറ്റി നിർത്തേണ്ട വ്യക്തികളെക്കുറിച്ച് നോക്കാം. ഭിന്നിപ്പും കലഹവും ഉണ്ടാക്കുന്ന ബന്ധുക്കളായാലും ഏതു വ്യക്തി തന്നെ ആയാലും ഇങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് തന്നെ പലരെയും കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ടാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ ഭവനത്തിൽ വരുമ്പോൾ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുകയും അവരുടെ ഭവനത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുകയും ചെയ്യും. അത് കുടുംബത്തിലായാലും എങ്ങനെയെങ്കിലും 2 പക്ഷം ഉണ്ടാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. റോമർ 16:17 വചനം വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർപ്പുകളും ദുർമാതൃകളും ശ്രദ്ധിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവരെ നിരാകരിക്കുവിൻ. അതെ സഹോദരങ്ങളെ, വചനം പറയുന്നത് അവരെ ഉപദേശിച്ച് നന്നാക്കാനല്ല, മറിച്ച് അവരിൽ നിന്ന് അകന്നു നിൽക്കാനാണ്. നിങ്ങളുടെ വീട്ടിൽ സമാധാനം വേണമെങ്കിൽ കലഹമുണ്ടാക്കുന്ന ആളുകളോടുള്ള സംസാരത്തെ ഒഴിവാക്കുക. അവരിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കുക. അതുപോലെ രണ്ടാമതായി വളരെ ഗൗരവമുള്ള മറ്റൊരു കൂട്ടരെ കുറിച്ചാണ് പറയുന്നത്. പാപത്തിൽ അഭിരമിക്കുന്ന ബന്ധുക്കൾ, അല്ലെങ്കിൽ സഭയിലുള്ളവർ, അല്ലെങ്കിൽ നാട്ടുകാർ. ഈ കൂട്ടർ പണം തട്ടിയെടുക്കുന്നവരോ തിന്മയുടെ മാർഗത്തിലൂടെ പല പ്രവൃത്തികളും ചെയ്യുന്നവരായിരിക്കും. സ്വന്തം നേട്ടങ്ങൾക്കു വേണ്ടി മറ്റുള്ളവരെ തള്ളിക്കളയാനും അവർ മടിക്കില്ല. നന്മയുടെ ജീവിതം വിട്ടുകളഞ്ഞ് തിന്മയുടെ ജീവിതം നയിക്കുന്നവരായിരിക്കും. അതൊക്കെ വളരെ അഭിമാനത്തോടുകൂടി കൊണ്ടു നടക്കുന്ന ആളുകളായിരിക്കും ഇവർ. വചനം പറയുന്നു, സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസന്മാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹ ആരാധകനോ പരദൂഷകനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ല എന്നാണ് ഞാൻ എഴുതിയത്. സഹോദരങ്ങളെ, ഇത് അവരോടുള്ള വെറുപ്പല്ല, ഇത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആത്മീയ സംരക്ഷണമാണ്. മൂന്നാമതായി നിങ്ങളുടെ വിശ്വാസത്തെ തകർക്കുന്ന ആളുകളെക്കുറിച്ച് ചിന്തിക്കാം. ചില വ്യക്തികൾ, അത് നിങ്ങളുടെ ബന്ധുക്കളാകാം, ചാർച്ചക്കാരാകാം, അയൽവക്കക്കാരാകാം, നാട്ടുകാരാകാം, ആര് തന്നെ ആയാലും ചില വ്യക്തികൾ നിങ്ങളുടെ ആരാധനയെക്കുറിച്ച് കുറ്റം പറയും. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത്, നിങ്ങൾ പള്ളിയിൽ പോകുന്നത്, നിങ്ങൾ ബൈബിളും കൊണ്ടു നടക്കുന്നത്, ഇതെല്ലാം അവരുടെ കണ്ണിൽ ഒരു തെറ്റായിട്ടാണ് കാണുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. നിങ്ങളുടെ ദൈവവിശ്വാസത്തെയും വചനത്തെയും അവർ അതിനെ ഒരു തമാശയാക്കി മാറ്റും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന രീതിയെ അവർ ചോദ്യം ചെയ്യും. 2 യോഹന്നാൻ 1 അതിൻ്റെ 10-11 വാക്യങ്ങൾ. പ്രസ്തുത പ്രബോധനമായിട്ടല്ലാതെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവന് നിങ്ങൾ വീട്ടിൽ സ്വീകരിക്കുകയോ അഭിവാദനം ചെയ്യുകയോ അരുത്. കാരണം അവനെ അഭിവാദനം ചെയ്യുന്നവൻ അവൻ്റെ ദുഷ്പ്രവൃത്തികൾക്ക് പങ്കുചേരുന്നു. സഹോദരങ്ങളെ, നിങ്ങളുടെ ഭവനം ഒരു അൾത്താരയാണ്. അവിടെ ഇരുന്ന് നിങ്ങളുടെ ദൈവത്തെ നിന്ദിക്കാൻ ഒരു ബന്ധുവിനെയോ ഒരു വ്യക്തിയെയോ നിങ്ങൾ അനുവദിക്കരുത്. നാലാമതായി നമ്മുടെ സമാധാനം കെടുത്തുന്ന മറ്റൊരു കൂട്ടർ, കോപവും അക്രമവാസനയുമുള്ള ചില വ്യക്തികളുണ്ട്.
ഇത് ഭവനത്തെ തകർക്കുന്ന അരൂപിയാണ്. അതുപോലെ തന്നെ 5-ാമതായി ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നം നോക്കാം. അതിരുകൾ ലംഘിക്കുന്നവനും പരദൂഷണം പറയുന്നവരും പല വിശ്വാസികളും മാനസികമായി തളർന്നു പോകുന്നത് ഇവിടെയാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളിൽ തലയിടുന്നവർ, നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ തലയിടുന്നവർ, ഇങ്ങനെയുള്ള വ്യക്തികളെയും നിങ്ങൾ സൂക്ഷിക്കുക. സ്നേഹത്തിന്റെ മുഖംമൂടിയിട്ട നിയന്ത്രണങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ അധികാരം അത് നിങ്ങൾക്ക് തന്നെയാണ്, മറ്റാർക്കുമല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ആ അതിരുകൾ ലംഘിക്കാൻ ആരെയും അനുവദിക്കരുത്. അവസാനമായി 6-ാമത്തെ കൂട്ടരെ നോക്കാം. ആത്മീയമായി നിങ്ങളെ തളർത്തുന്നവർ. ആ വ്യക്തികളോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും അവർ നിങ്ങളെ ശാരീരികമായി ബുദ്ധിമുട്ട് ഉണ്ടാക്കില്ല, ഒരു വാക്കുകൾ കൊണ്ടുപോലും നിങ്ങളെ വേദനിപ്പിക്കില്ല. എന്നാൽ അവരോട് സംസാരിച്ചാൽ നിങ്ങളുടെ സകല ഊർജവും നഷ്ടപ്പെടും. എപ്പോഴും നിരാശ മാത്രം സംസാരിക്കുന്നവർ. നിങ്ങൾ ദൈവത്തിൽ കൂടുതൽ അടുക്കുന്നത് അവർക്കിഷ്ടമല്ല. വചനം ഇങ്ങനെ പറയുന്നു, ദുഷിച്ച സംസർഗം നല്ല ശീലങ്ങളെ നശിപ്പിക്കുമെന്ന്. നിങ്ങളുടെ ദൈവവിളിയെ തകർക്കുന്നവരോട് അകലം പാലിക്കുക തന്നെ വേണം. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഈ 6 കൂട്ടരെയും നിങ്ങൾ സൂക്ഷിക്കുക. ഇത് നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്കും സമാധാനമുള്ള ഒരു ഭവനത്തിനും ആവശ്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരിൽ നിന്നും കുറച്ച് അകന്നു നിൽക്കാൻ ശ്രമിക്കുക. കേട്ട വചനത്തെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൽ കൂടുതൽ അടുപ്പമായിക്കൊണ്ട് ദൈവത്തിൻ്റെ പാതയിൽ നടക്കാൻ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.